3-4 വർഷം മുമ്പ് ഞാനൊരു ഷൂട്ട് കാണാനായിട്ട് തൃശ്ശൂർ ചെന്നിരിക്കുക. അപ്പോൾ 2 ദിവസത്തെ ഡേറ്റ് സിദ്ദിഖ പടത്തിലുള്ളൂ. അപ്പോൾ സിദ്ദിഖ വന്നിട്ടുണ്ട്, സീനിയർ ആർട്ടിസ്റ്റ് സിദ്ദിഖ മാത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടു, അങ്ങനെ സംസാരിച്ച് ഭയങ്കര ഫണ്ണൊക്കെ ആയിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഷോട്ട് റെഡി എന്നും പറഞ്ഞ് ഒരു ഹോസ്പിറ്റൽ, അത് സ്വന്തം ഭാര്യ മരിക്കുന്നൊരു പരിപാടിയാണ് എടുക്കുന്നത്. ഭയങ്കര കളിയും ചിരിയും കഴിഞ്ഞ് ആ ICU സെറ്റിൻ്റെ റൂമിലേക്ക് കയറി പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെയാ കണ്ണീന്നൊക്കെ വെള്ളം വന്ന് വേറൊരാള്. ഞാൻ ശരിക്കും നോക്കി പോയി. നമ്മൾ ഒരു സാധനം ഇപ്പം ഞാൻ പലയിടത്തും നമുക്ക് ആ ക്യാരക്ടർ ആവണം, കുറച്ച് സമയമെടുക്കും. ഇത് ഒരു ഡോറങ്ങ് മാറി ഈ ക്യാരക്ടറായി കണ്ണീന്നൊക്കെ വെള്ളം വന്ന്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സെൻറ്റി സാധനം ചെയ്യുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്നൊരു പരിപാടിയൊക്കെ വരും. ഞാനൊന്ന് ശരിക്കും ഭയങ്കര അത്ഭുതത്തോടെ കണ്ടൊരു ആർട്ടിസ്റ്റ് അത്. അല്ല, ഇതൊന്നും പുതിയ അല്ലെങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറ്റില്ല എന്നല്ല പറഞ്ഞത്. എക്സ്പീരിയൻസ് എപ്പോഴും മാറി നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ്. അതെ. പക്ഷെ ഇപ്പം പുതിയ ആൾക്കാർ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട്. കയറി വരുന്നവരുടെ ഒരു പ്രശ്നം നിലനിൽപ്പാണ്. അപ്പം എന്നെ നമ്മളെ സമീപിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എപ്പോഴും ചോദിക്കുന്ന കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് ഞാൻ പറയാറുണ്ട്. ഓക്കെ. കാരണം ഇത് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഇല്ല ഏട്ടാ, ഒരു സിനിമ കിട്ടിയാൽ നമുക്ക് ഓക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഓക്കെ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു സിനിമ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്താൽ, നിങ്ങൾ കാണുന്ന എൻ്റെ ആദ്യ സിനിമ മുതൽ ഈ സിനിമ വരെയുള്ള സിനിമകളിൽ ഞാനൊരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് വരുമ്പം റിപ്പീറ്റഡ് കാസ്റ്റിംഗ് ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവാ. ഒരാളൊക്കെ ഉണ്ടാവണേ, 2 പേര്. അത് നമുക്ക് കിട്ടാ ബുദ്ധിമുട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ചിലപ്പോൾ പ്രായമുള്ള ആൾക്കാർ, അല്ല അങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെയാണ് ഇതിനകത്തുള്ളൂ. പുതിയ ആൾക്കാർ ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയിലുള്ള ഒരാൾ പോലും അടുത്ത് ഞാൻ ചെയ്യുന്ന പടത്തിലില്ല. മാജിക് ഫ്രെയിംസിന് 4 പടം ചെയ്തു. 4 പടത്തിലും ആ കമ്പനിക്ക് അറിയാലോ, അല്ലെങ്കിൽ അവർ ചോദിക്കില്ലേ നീ എന്താ എല്ലാ പടത്തിലും ഞങ്ങളെ പറ്റിക്കാണോ എന്ന് ചോദിക്കില്ലേ. മലയാളി ഫ്രം ഇന്ത്യയിലുള്ള ആൾക്കാരല്ല പ്രിൻസ് ആൻഡ് ഫാമിലിയല്ലേ. പ്രിൻസ് ആൻഡ് ഫാമിലിയുള്ള ആൾക്കാരല്ല അവറാച്ചൻ ആൻഡ് സൺസിലല്ലേ. അവറാച്ചൻ ആൻഡ് സൺസിലുള്ള ആൾക്കാരല്ല ബേബികളിലുള്ള. ഇത് തന്നെ ഒരു ഭയങ്കര ടൈം കൺസ്യൂമിങ് ഒരു പ്രോസസ് അല്ലേ? ഏതാ? ഈ ഓരോ ഇതിൽ നിന്ന് പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ച് പോയിക്കൊണ്ടേ ഇരിക്കണമല്ലോ. കണ്ടുപിടിച്ച് പോയിക്കൊണ്ടിരിക്കണം. അപ്പം എന്ന് വെച്ചാൽ എനിക്കൊരു ടീമുണ്ട്. അപ്പം ഞാനിത് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ അങ്ങനെ എനിക്കെപ്പോഴും വെറുതെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. വെറുതെ ഇരിക്കാൻ പറ്റൂല. അപ്പം ഞാൻ മാക്സിമം ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഡൗട്ടും കൂടിയാണ്, അതായത് ഇപ്പം നമ്മൾ ഈ കാസ്റ്റിംഗ് കോളിൻ്റെ സംബന്ധം തന്നെ. അപ്പം അതിനകത്തേക്ക് ആൾക്കാർ ഫോട്ടോസ് അയച്ചു തരും, വീഡിയോസ് അയച്ചു തരും. അപ്പം നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എങ്ങനെ ഫോട്ടോസും വീഡിയോസും? ഇപ്പം അൺഎഡിറ്റഡ് ആണെന്നുള്ള സംഭവം മനസ്സിലായി. ഇപ്പം ഇതുപോലത്തെ ഒരു ലൈറ്റിങ്ങിലുള്ളതായിരിക്കും, നാച്ചുറൽ ലൈറ്റിങ്ങിൽ ചെയ്തിരിക്കുന്നതായിരിക്കും നാച്ചുറൽ? ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ മൊബൈലിൽ എടുത്തൊരു ഫോട്ടോ അയക്കൂ. മൊബൈലിൽ എടുത്ത് 2 ഫോട്ടോ അയക്കൂ. മൊബൈൽ തിരിച്ചു വിളിച്ചിട്ട് സെൽഫിയുടെ പോലെ നിങ്ങൾ ഇൻട്രോ പറ, അത്രയും മതി. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്, എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നറിയാനാ. അത്രയും നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഇവരെ നമ്മളെ ചിലപ്പോൾ ക്യാരക്ടറിന് നമുക്കൊരു ഓഡീഷന് വിളിക്കാൻ പറ്റുന്നയാളായിരിക്കും. മനസ്സിലായി. അത്രയും മതി. അത് തന്നെ, അത് ഓരോ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പോലെ നമ്മൾ ഓഡീഷൻ വിളിക്കുന്നത് എപ്പോഴും എല്ലാവരും. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട്, അത് ആ സിനിമ അങ്ങനെ ആയിരിക്കും ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ വിളിച്ചത്. മനസ്സിലായി. ശരിയാ, മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞേ, ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് 40 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അഭിനയിക്കുന്നത്. സ്ത്രീകളുണ്ട്, അവർ റീൽസ് എല്ലാം ചെയ്തിട്ട് ഭയങ്കര പെർഫെക്റ്റാ, പക്ഷെ അവർ റെഡിയാ അഭിനയിക്കാൻ. ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടാൽ പോലും പുരുഷന്മാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അവർ ഓഡീഷന് വിളിച്ചാൽ അവർക്ക് ഭയങ്കര പേടിയാ, കംഫർട്ടല്ല ഒട്ടും. അത് എനിക്ക് ഭയങ്കര കുറവാ അങ്ങനത്തെ ആൾക്കാർ, ഭയങ്കര കുറവാ. അങ്ങനത്തെ ഇപ്പോൾ ഒറ്റക്കൊമ്പൻ അതിനകത്ത് ഒരുപാട് പുരുഷന്മാരല്ല, സ്ത്രീകൾ കുറവാ സിനിമയ്ക്കകത്ത്. ഞാൻ കുറേ ഓഡീഷൻസ് അവിടെ ഇവിടെ ഒക്കെ നടത്തി, കുറേ എണ്ണം നടത്തി, ആൾക്കാരെ കിട്ടാൻ. എന്നാലും പ്രശ്നമാണ്. കാരണം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം ഒന്ന്, നമ്മളെ ഈ ഡിജിറ്റൽ മീഡിയേൻ്റെ ഉപയോഗം കുറച്ചുകൂടെ കംഫർട്ടായിട്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് അത് കൊണ്ടുനടക്കുന്ന സ്ത്രീകളാണ്. റീൽസ് എത്ര പുരുഷന്മാർ റീൽസ് ചെയ്യണം നിങ്ങൾക്കറിയാം. ശരിയാ. നമുക്കൊരു ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ബ്രാൻഡ് വരുന്നത് ലേഡീസിന് വെച്ചിട്ടുള്ള പേജുകളുടെ എൻക്വയറീസ് ആണ്. ഇപ്പോൾ ഒരെണ്ണം ചെയ്യാൻ പോണത് അതങ്ങനെ തന്നെയാ. കംപ്ലീറ്റ് ആൾക്കാർ ഇതാ. എത്ര പുരുഷന്മാർ ചെയ്യണ്ട? 40 വയസ്സിന് മുകളിലല്ലേ?
ശരി ശരിയാ. ഫേസ്ബുക്കില് ഫോട്ടോസ് ഇടുമായിരിക്കും. അവർക്ക് നിങ്ങൾ വെറുതെ ആലോചിച്ച് മതി, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വീഡിയോ കോൾ ചെയ്യുന്നത്, ആ. പുരുഷന്മാരല്ല. അല്ല അവരൊരു പുരുഷനായിരിക്കില്ല വീഡിയോ അല്ല അത് അങ്ങനെയൊന്നുമില്ല. ഉണ്ടാവാം, അപ്പുറത്തൊരു പുരുഷനുണ്ടോ ഇപ്പുറത്തൊരു സ്ത്രീ ഉണ്ടോ എന്നുള്ളതല്ല. ആ. ബേസിക്കലി ഫീമെയിൽസ് ആണ് ഏറ്റവും കൂടുതൽ. വീട്ടിലിരുന്നിട്ട് തന്നെ ഇപ്പം എൻ്റെ അമ്മയുടെ അനിയത്തിന് ഒക്കെ അവർ വീഡിയോ കോളാണ് സംസാരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചിരുന്ന് വീഡിയോ കോളാ. വേറെ ആരെങ്കിലും ഒരു പുരുഷനാണെങ്കിൽ അവിടെ നിന്ന് വീഡിയോ കോൾ സംസാരിക്കുമോ? ശരിയാ ഇല്ല. ശരി. ഞാനിപ്പോ വീട്ടുകാർ വിശേഷം പറയുന്നത് വീഡിയോ കോളാ. വീട്ടിൽ മോളെ ഇന്ന് ശരിയാ. ഇവിടെതാണ് കറി, മറ്റേത് ഇങ്ങനെ ഇവർ പാചകം അല്ലെങ്കിൽ ഭക്ഷണം അത് ഉണ്ടാക്കുന്നത്, കണക്റ്റഡ് കോളുകൾ, ഗ്രൂപ്പ് കോളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്രൂപ്പ് കോളൊക്കെ ചെയ്യുന്നത് ശരിയാ, ആണുങ്ങളില്ല. അല്ലേ? ഞാൻ എൻ്റെ വീട്ടിലത്തെ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് ബാക്കിയുള്ള വീട്ടിലത്തെ കാര്യം ഒന്നും അല്ലെങ്കിൽ വേറെ ആളെ കാര്യം. എൻ്റെ അമ്മ സിമ്പിളായിട്ട്, എൻ്റെ അമ്മ വളരെ കുറച്ച് കാലമായിട്ടുള്ള ഇങ്ങനത്തെ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി, സ്മാർട്ട് ഫോൺ. അമ്മ ഭയങ്കര കംഫർട്ടാ. വീട്ടിൽ സംസാരിക്കുന്ന പോലെ, അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ വീഡിയോ കോൾ സംസാരിക്കുന്നത്. പുരുഷന്മാർ വീഡിയോ കോളിൽ സംസാരിക്കുന്ന കുറവല്ലേ? അതെ, ശരിയാ. ഇവർക്ക് ക്യാമറയോടുള്ള പേടിയില്ല. എങ്ങനെ സംസാരിക്കുക, ഇവര് എങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെ അവർ സംസാരിക്കും. മറ്റവർ വന്നങ്ങ് അഭിനയിച്ച് കളയും, പാടും. അത് ശരിയാ. ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത്. ഞാൻ എന്നിട്ട് എന്തോ ഒരു കഷ്ടപ്പാടാന്നറിയോ ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടാൻ. അത് ശരി, ശരിയാ. ഞാൻ ഒട്ടും ചിന്തിക്കാത്ത. ഇത് ശരി, correct ആ. ഇപ്പൊ ആലോചന ശരിയാ. ഇവൻ ഞങ്ങൾ ഫ്രണ്ട്സ് പോലും വീഡിയോ കോൾ പരിപാടിയൊന്നും ഇല്ല, വോയിസ് നോട്ട്. ആ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും, അല്ലെ വോയിസ് നോട്ട്. ഇത് വീഡിയോ കോൾ നടക്കുന്നത് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് പുറത്താണെങ്കിൽ പുറത്തുനിന്നുള്ളവന്മാർ വിളിക്കുമ്പോൾ നമ്മൾ വീഡിയോ കോൾ വിളിക്കും. ഈവൻ ഇപ്പൊ എൻ്റെ മമ്മിയായാലും വൈഫായാലും വീഡിയോ കോൾ ചെയ്താലും ഇപ്പൊ നമ്മൾ ബാക്കിൽ കൂടെ പോകണമെങ്കിൽ ഒന്ന് തല നോക്കിയിട്ട് ഇത്ര മാറിപ്പോവും. ശരിയാട്ടോ, വീഡിയോ കോൾ ഇരിക്കില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും. ശരി, അപ്പൊ ഇവരാ ക്യാമറ കംഫർട്ടബിൾ. ശരിയാട്ടോ. ഇപ്പം ഇത്രയും ഓഡീഷൻസും അല്ലെങ്കിൽ കാസ്റ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ബ്രോക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു മെമ്മറി ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഏറ്റവും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് സിനിമയിൽ വന്ന് ആരെങ്കിലും കൊണ്ടുവന്നു, ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു? ഒരുപാട് പേര്, ഞാൻ പറഞ്ഞില്ലേ, സിനിമ എന്നെ ഇത് പഠിപ്പിച്ചത് രഞ്ജിത്ത് സാർ എന്നെ സിനിമ കൊണ്ടുവന്നു കേട്ടോ. രഞ്ജിത്ത് ഡയറക്ടറായിട്ട്. ഞാൻ നാടകം കളിച്ച് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു നാടകം കണ്ടിന്യൂസ്ലി ഞങ്ങൾ 10 വർഷം കളിച്ചിട്ടുണ്ട്. ചക്കീസ് ശങ്കരൻ, 2 പേരേ ഉള്ളൂ. ഒരു 955 സ്റ്റേജ് അങ്ങോട്ട് കളിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തൊക്കെ ആയിട്ട് കുറേ കളിച്ചു. സൂര്യകൃഷ്ണമൂർത്തിയാണ് ഒരുപാട് കാലം ഓർഗനൈസ്. ജയപ്രകാശ് കുളൂർ അതിൻ്റെ റൈറ്റർ ഡയറക്ടറൊക്കെ. ഞങ്ങൾ കണ്ടിന്യൂസ് ഇങ്ങനെ 10 വർഷം കളിക്കുമ്പോൾ ടൈപ്പായി പോകുമല്ലോ. അത് കളിച്ച് നന്നായിട്ട് ജീവിച്ച ആൾക്കാരാ. സാർ ഇത് കുറേ സ്ഥലത്ത് നിന്ന്, സാറല്ല മുരളി സാറൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ. റിപ്പീറ്റഡ് ഷോസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പാലേരി മാണിക്കുന്ന സമയത്ത് സാറ് നീ കുറച്ച് കാലം നാടകം നിർത്തി സിനിമയിൽ അഭിനയിക്കും. മൊട്ടയടിച്ച പോലെ എൻ്റെ മുടി ഉണ്ടായിരുന്നത്. ആ നാടകം അങ്ങനെയായിരുന്നു. ഈ മുടി വളർത്ത് പറഞ്ഞിട്ട് മുടിയും താടി ഒന്ന് വെട്ടരുതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയാണ് എന്നെ കൊണ്ട് മുടിയും താടി കളഞ്ഞത്. എനിക്ക് ഇത്ര മുടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ മുടി ഞാൻ പാലേരി മാണിക്യത്തിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ മുടിയൊക്കെ അത്ര ഉണ്ടായിരുന്നു. നാടകം നിർത്തി. ആ സമയത്താണ് എന്നെ ഈ ബെസ്റ്റ് ആക്ടർ പോലത്തെ സിനിമ അമലേട്ടൻ, എൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് ഡയലോഗ് ഇല്ല. എന്നെ നിങ്ങൾ എൻ്റെ ആദ്യത്തെ സിനിമ ഏതാണെന്നറിയോ? ഇല്ല. അൻവർ. ഒരു പാസിംഗ് ഷോട്ട് ഉള്ളൂ. അമലേട്ടൻ വിളിച്ചിട്ട്, അമലേട്ടൻ തന്നെ എൻ്റെ ഗൈഡിൻ്റെ വൈഫിൻ്റെ ബ്രദറാണ്, കോവൻ സാറിൻ്റെ. അപ്പോൾ അങ്ങനെ അറിയാം, അമലേട്ടൻ വിളിച്ചിട്ട് മുടിയൊക്കെ വളർത്തി ഒരു പയ്യൻ ഇങ്ങനെ ജയിലിൻ്റെ മുകളിലൂടെ നടന്നു പോകും. പൃഥ്വിരാജിൻ്റെ ഒരു വോയിസ് ഓവറിൽ അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ആ സിനിമയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതെല്ലാം കഴിഞ്ഞ് ഡയലോഗുള്ള സിനിമ ചെയ്തിട്ട് ഞാൻ പിന്നെയും ഡയലോഗില്ല സിനിമയ്ക്ക് അഭിനയിക്കാനും പോയിട്ടുണ്ട്. അൻവറിന് ട്രാൻസിൽ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പോകും വേണമെങ്കിൽ. എന്നെ സംബന്ധിച്ചാൽ അങ്ങനെ അത് എന്നെ പഠിപ്പിച്ചത് രഞ്ജിത്ത് സാറാ. സാർ എന്നോട് പറഞ്ഞു, സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങളല്ല, ചെറിയ നടന്മാരേ ഉള്ളൂ. എന്നെ പഠിപ്പിച്ചത് പുള്ളിയാണ്. അത് തന്നെയാണ് ഞാൻ കാസ്റ്റിംഗ് ചെയ്യുമ്പോഴും ഞാൻ എടുക്കാറില്ല. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി ഇതാണ് വെച്ചാൽ, അതിനകത്തൊരു ചെറിയ ക്യാരക്ടറിനെ ഞാൻ കാസ്റ്റ് ചെയ്യുന്നതും അതിനകത്തുള്ള ഏറ്റവും വലിയ ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്യുന്നതും ഒരേ രീതിയിലാണ്, ഒരേ പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞ ഈ സിനിമയിൽ നിങ്ങളെ നായികേനെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സിസേറിയൻ ആണല്ലേ മോനെ എന്ന് ചോദിക്കുന്ന ഒറ്റ ഡയലോഗ്. ആ ചേച്ചി എൻ്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. മനസ്സിലായി. വെള്ളം കുടിച്ചോട്ടെ. എനിക്ക് പുതിയൊരു അറിവായിരുന്നു വീഡിയോ കോൾ. അല്ല, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അവർ കംഫർട്ടാണ് അതിനകത്തൊക്കെ. പിന്നെ നായിക അങ്ങനെയൊക്കെ. ഇപ്പോൾ ബേസിക്കലി തന്നെ ഈ കാസ്റ്റിംഗ് എന്ന പരിപാടിക്ക് കൊണ്ടുവന്നെ രാജീവ് രവിയാണ്. രാജീവ് രവിയും ഗോപൻ ചിദംബരനും കൂടാണ്. നാടകം കളിച്ച സമയത്ത് തൊട്ടപ്പൻ്റെ
ഇത് വന്നപ്പം രാജീവേട്ടനൊക്കെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, ഷാനവാസ് ബാവക്കുട്ടി. അപ്പം ഞാൻ കിസ്മത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഷാനവാസിൻ്റെ ആദ്യത്തെ പടത്തിൽ. അപ്പം ഈ സിനിമ വന്നപ്പോൾ രാജീവേട്ടനൊക്കെ പറഞ്ഞു, ഗോവൻ മാഷ് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പടമുണ്ട്, നീ അതൊന്ന് കാസ്റ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ ചെയ്യില്ല, എനിക്ക് ഒട്ടും കംഫർട്ടല്ല പണി, അത് നിനക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് ചാലഞ്ച് എന്നുള്ള എന്താ അതിനകത്തുള്ള കുറേ ആൾക്കാരെ കാസ്റ്റ് ചെയ്ത് കൊടുക്കാനല്ലേ, എല്ലാം പുതിയ ആൾക്കാർ വേണം, റോ ആണ് സിനിമ. പിന്നെ ചാലഞ്ച് ചെയ്യുന്ന എനിക്കത് ഹീറോയിൻ ഓറിയൻറ്റഡ് സിനിമയാണ്, നായിക വേണം, വെറും നായിക പോരാ. എനിക്ക് വായിച്ചേക്കാം എന്ന് നോക്കി അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വെറും നായികയല്ല, 4 കാലിൽ വീണാൽ നിൽക്കാൻ പറ്റുന്ന നായികയാണ്. അങ്ങനെ നായികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിഷൻ കാസ്റ്റിംഗ് കോളൊക്കെ ഇട്ടിട്ടാണ് ഇന്നത്തെ നമ്മൾ ഒരുപാട് സിനിമകളിലുള്ള, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നരിവേട്ടയിലെ വിലായത്തിലേക്ക് വരാൻ പോകുന്ന പ്രിയമത. പ്രിയമതയുടെ ആദ്യത്തെ ഓഡീഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ കുട്ടി വന്നപ്പോൾ തന്നെ ആ കുട്ടിക്ക് ചെറിയൊരു, നമുക്കറിയാം ഈ കുട്ടിക്ക് അതിനകത്തൊരു പൂച്ചയാണ് അതിൻ്റെ അകത്ത്. നെറോണ ബുക്ക് ഇറക്കിയത് തന്നെ അതിൻ്റെ കവർ പേജിൽ പൂച്ചയാ. അതാണ് ക്യാരക്ടർ എനിക്ക് പറഞ്ഞു തന്ന ഡിസ്ക്രിപ്ഷൻ, പൂച്ച. അങ്ങനെ ഇരിക്കണം ഈ ഒരു ഐറ്റം, കണ്ണും അതിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഒരു കുറച്ച് അഗ്രസീവ് ആയിരിക്കണം, എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പൂച്ച. അങ്ങനെയല്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, ഇങ്ങനത്തെ ഒരു സാധനം ആയിരിക്കണം. അപ്പോൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വർക്കായി. ഓഡീഷൻ ഇതുപോലെ അയച്ചു തന്നു, ഫോട്ടോ അയച്ചു തന്നു. ഫോട്ടോ എടുത്ത് ഞാൻ ഇങ്ങനെ നോക്കി, ഒരു റോസ് ഉടുപ്പം കണ്ടിട്ട് ഒരു ഫോട്ടോ ആ കുട്ടിയാണ് അയച്ചത്. ഞാൻ ഗോമാഷിനെ പറഞ്ഞു, ഗോമാഷ ഈ കുട്ടി എനിക്ക് വർക്കാണ്, ഒരു ഓഡീഷൻ വിളിക്കും. മാഷ് എൻ്റെ ഭയങ്കര അടുത്ത സുഹൃത്തും കൂടെ കേട്ടോ, ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ PhD ഗൈഡാണ്. അങ്ങനെ ഞാൻ അന്ന് ഒരുപാട് പേരെ ഓഡീഷൻ വിളിച്ചു. ഈ കുട്ടിയും എല്ലാവരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. 18 പേരെ കണ്ട ഓഡീഷൻ വിളിച്ചത്. ഈ കുട്ടി വർക്കായി. ആ കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തതാ, മനസ്സിലായി. ആ കുട്ടിയുടെ ആദ്യത്തെ സിനിമയാ. ആ കുട്ടിയെ കുതിരക്കൂർക്കരിയില്ലേ, അവിടെ നമ്മുടെ നാടകത്തിലൊക്കെ കൂടെ കളിച്ചൊരു അനിത ചേച്ചിയുണ്ട്. അനിത ചേച്ചിയുടെ അച്ഛനൊക്കെ ചവിട്ട് നാടകക്കാരാ, അച്ഛൻ്റെ അനിയൻ. അവരെ വീട്ടിലും ഈ വേലിയേറ്റ സമയത്ത് വെള്ളം മുറ്റത്തേക്ക് കയറും, മുറ്റത്ത് ചെരുപ്പും പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോവും വെള്ളത്തിന്റെ കൂടെ. അപ്പൊ അത് എടുത്തു വെക്കണം. അത് അവരുടെ വീടിനോട് ചേർന്ന് കായലാ, നെഞ്ചിന്റെ അത്ര അളവിൽ വെള്ളം നിൽക്കും. ആ കായലില് തോണിയിലാണ് ഈ കൊച്ചിനെ തുഴയാൻ വിട്ട് പഠിപ്പിച്ചേ, അവരാ പഠിപ്പിച്ചേ. ആ വീട്ടിലൊക്കെ നിന്ന് അങ്ങനെയൊക്കെയാണ്. നമ്മളെപ്പോഴും ക്യാരക്ടർ ട്രെയിനിങ് ആ കൊടുക്കുന്നത്, ആക്ടിങ് ട്രെയിനിങ് അല്ല കൊടുക്കുന്നത്. ഞാനൊരു സിലബസ് ഉണ്ടാക്കിയിട്ടാണ് ആക്ടിങ് ട്രെയിനിങ് ചെയ്യിപ്പിച്ചത്. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു സൈക്കിൾ എടുത്തു കൊടുത്തു, സൈക്കിൾ ചവിട്ടി നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1.5 മാസം 2 മാസത്തോളം അങ്ങനത്തെ വലിയൊരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയുടെ ഒരു ആക്ടിങ് ക്യാമ്പിലേക്ക് കടന്നത്. എനിക്ക് തോന്നുന്നു റോഷൻ മാത്യു അടക്കമുള്ള ആൾക്കാർ ആ 10 ദിവസത്തെ ക്യാമ്പിലാണ്. ആ ക്യാമ്പിലും ഞാൻ സിലബസാണ് ഉണ്ടാക്കിയത്, ഞാൻ അതിനകത്ത് ക്ലാസ് എടുത്തിട്ടില്ല. ഞാനൊരു സിലബസ് ഉണ്ടാക്കിയിട്ട് ആ ഓരോ സിലബസിലും ഓരോ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഫഷണൽസിനെ വിളിച്ചു. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ അധ്യാപകരായിട്ടുള്ള പല ആൾക്കാരെയും വിളിച്ചിട്ട് അവരെ കൊണ്ട് ഓരോ സെഷൻ ഇതാണ് എനിക്ക് വേണ്ട റിസൾട്ട്, നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഇതാണ് റിസൾട്ട്. അങ്ങനെ എടുപ്പിച്ചാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പല ആൾക്കാരും വന്നത്, എൻ്റെ അധ്യാപകരും സുഹൃത്തുക്കളൊക്കെ വന്നു. ഒരു അവസാന ഘട്ടത്തിൽ ഒന്ന് പൊട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു സെഷൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വളരെ പ്രിയപ്പെട്ട അധ്യാപകൻ ജയപ്രകാശ് കുളൂറിനെ. മാഷിൻ്റെ ഉത്തരവാദിത്തം ഇതാണ്, ഇവരെ രണ്ടുപേരും ഒന്ന് മിങ്കിൾ ചെയ്യിപ്പിച്ച് ഓപ്പൺ ആവണം. കാരണം ആ സിനിമയിൽ ലിപ് ലോക്ക് ഒക്കെ ഉണ്ട്, തൊട്ടപ്പല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. അത് ഞാനൊരു സെഷൻ കൊടുത്ത് ആ സെഷൻ വർക്കായില്ല, രണ്ടാമതൊരു സെഷൻ കൊടുത്ത് അങ്ങനെ 1.5 ദിവസം മാഷ എടുത്തു. 1/2 ദിവസത്തെ സെഷൻ കൊടുത്തിട്ട് നമ്മൾ മാഷ വർക്കായില്ല, സെറ്റായില്ല, എനിക്ക് പോരാ. അങ്ങനെ ഒരു ദിവസം അങ്ങനെ മാഷ ഒരു ദിവസം അങ്ങനെ 1.5 ദിവസം എടുത്തു. അങ്ങനത്തെ ഓരോ ആൾക്കാരെ കൊണ്ടും ഞാൻ ചെയ്യിപ്പിച്ച് ഞാൻ ഉണ്ടാക്കിയ സിലബസിലാണ് അങ്ങനെയാണ് അത് ചെയ്തിരുന്നത്. അല്ലാതെ എല്ലാ കാര്യം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, അങ്ങനെ പറ്റില്ലല്ലോ. ഞാനത് ഇപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. ഒരു സിലബസ് ആണ് റെഡിയാക്കുന്നത്. ഞാൻ അല്ല, നമുക്ക് വേണ്ടത് എന്താ, ഒരാൾ ഇങ്ങനെ പെർഫോം ചെയ്യണം, ക്യാരക്ടർ ഉണ്ടാവണം. ഇപ്പൊ ഈ സിനിമയിൽ ക്യാരക്ടർ ഓറിയന്റഡ് കാസ്റ്റിംഗ് ആണെങ്കിൽ ഒരാളെ കാസ്റ്റ് ചെയ്ത് അയാളിൽ നിന്ന് ആ റിസൾട്ട് ഉണ്ടാവണം. ആ റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം,
അതെ. വെറുതെ കുറെ എന്തെങ്കിലും കാര്യം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഉം. ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിങ് ആ വേണ്ടേ, അതെ. ആക്ടിങ് പ്രിപ്പറേഷൻ ആ വേണ്ടേ. ഉം. അപ്പം അത് ചിലപ്പോൾ എന്നെ കൊണ്ട് മാത്രം കഴിയുന്നതായിരിക്കില്ല. ഉം. അപ്പം ഞാനത് ഇന്ന രീതിയിലുള്ള ഒരു ആക്ടിങ് പരിപാടി ചെയ്യുന്ന ആര്, അപ്പം ഞാനതിന് ഒരാളെ പിടിക്കും. ഉം. ഞാനൊരു സിലബസ് ഉണ്ടാക്കും. ഉം. ആ സിലബസിൻ്റെ അവസാനം ഇങ്ങനെ ആയിരിക്കണം, അതിൻ്റെ റിസൾട്ട് എനിക്ക് അതായിരിക്കണം. ഉം. അതിൽ ചിലപ്പോൾ ഞാൻ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഉം. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. ഉം. അതങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ആ. ഇപ്പം പ്രിൻസിലേക്ക് ഇപ്പോൾ വരികയാണെങ്കിൽ ഇപ്പം റാണിയ ഉം. റാണിയ എൻ്റെ ക്യാരക്ടർ റാണിയ കുറച്ച് ഹൈപ്പറാണ്. ഉം. ഉം. അതെ. ആ കുട്ടി സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. ഉം. ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. സിനിമയും ഉം. ഭയങ്കര അങ്ങനെ നിൽക്കുന്നൊരു കുട്ടിയാണ്. ആക്ടിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല. ഞാൻ ആ കുട്ടിയുടെ അടുത്ത് വേറെ കുറേ എക്സ്പീരിയൻസ്. ഉം. ഇപ്പം വൈകുന്നേരം ഹോട്ടലിൽ വന്ന് ഞാനൊരിക്കലും സെറ്റിൽ പോയിട്ട് അഭിനയ പരിപാടി പിടിക്കാറില്ല. ഉം. ഉം. അതെൻ്റെ ജോലിയല്ലല്ലോ. ഉം. അവിടെ അതിനൊരു ഡയറക്ഷൻ ടീമുണ്ട്. ഉം. അവരുടെയൊക്കെ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാനത് ചിലപ്പം ഒരു ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്പേസിൽ നിന്നൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് ഈ വർക്ക്ഷോപ്പുകളെല്ലാം പോകണേ. അവരുടെയും കൂടെ ഒരു സഹകരണത്തോടു കൂടെ തന്നെയാണ് ഇതെല്ലാം പോകുന്നത്. ഉം. അവർക്ക് ഇന്ന പോലെ വേണമെന്ന് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവുമല്ലോ. ഉം. അപ്പോൾ ഇവളൊക്കെ അങ്ങനെ തന്നെ. റാണീനൊക്കെ ഞാൻ ആ ഹോട്ടലിൽ നിന്ന് വൈകുന്നേരമോ രാവിലെയൊക്കെ ഇങ്ങനെ ഇന്ന പോലെ ഇങ്ങനെ, അല്ലാതെ എങ്ങനെ അഭിനയിക്കണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയാറില്ല ഒരിക്കലും. ഉം. നിങ്ങൾ അവിടെ പോയി ഇങ്ങനെ അഭിനയിക്കണം. ഉം. അതൊരു പെരുമാറ്റമാണല്ലോ, അതെ. സാഹചര്യത്തിനനുസരിച്ചുള്ളൊരു പെരുമാറ്റമാണ്, ഉം. അല്ലേ? ഉം. അതെ. അതിനകത്ത് നമ്മൾ ഇമോഷണലും സാധനങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരളവിൽ നിക്ഷേപിക്കുന്നതാണല്ലോ ഈ സാധനം. അതെ. ബേസിക്കലി ഇതൊരു കള്ളത്തരാണല്ലോ, ഉം. ഉം. അല്ലേ? മുന്നിലിരിക്കുന്ന ആളറിയാണ്ട് ആ കള്ളത്തരം നമുക്ക് അതിനകത്തോട് ഒളിച്ചു കടത്താൻ പറ്റുക എന്നുള്ളതാണ്. അതെ. അതാണ് റിയലിസം, ഉം. അല്ലേ? അതെ. ആൾക്കാർക്ക് ഈ സാധനം മനസ്സിലാവാത്ത രീതിയിൽ പഠിപ്പിക്കാൻ പ്രസന്റ് ചെയ്യാം. പറ്റില്ലല്ലോ. അതെ. ഉം. ഉം. നമ്മളെ റിയലിസം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ, ഉം. ഉം. ഇങ്ങനെ ഓരോ നിമിഷം മാറിക്കൊണ്ടേയിരിക്കില്ലേ. നമ്മളിപ്പോൾ നേരത്തെ ഇങ്ങനെ ചൊറിയുന്ന പോലെയാണോ ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ചൊറിയാ? അല്ല, മാറും. ഉം. നമ്മൾ ഇങ്ങനെ തന്നെ 2 തവണ ഇങ്ങനെ ചൊറിയണം എന്ന് വിചാരിച്ചിരുന്നാൽ ഇത് മെക്കാനിക്കലാവും. ഉം. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചൊറിയാം. ഉം. ഉം. ശരിയാ. ഉം. അതല്ല, ശരി. ആ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ ശരി. ചിലപ്പോൾ അത് നമ്മൾ ഈ കൈകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ആക്കുന്നുണ്ടാവുക. അപ്പം അത് പഠിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ്. ഉം. അത് എനിക്കും ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ എടുത്ത് സംസാരിക്കും, ആക്ഷൻ വരും. അപ്പം ഞാനൊരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടർ ഒരു പ്രാവശ്യം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു, ഈ കൈ അതേ നീ പൊക്കണ്ട. ഒരു പോലീസ് ക്യാരക്ടറായിരുന്നു, കോൺസ്റ്റബിളായിരുന്നു. അപ്പം കൈ ഇങ്ങനെ പൊക്കണ്ട. പക്ഷേ എനിക്ക് ഓട്ടോമാറ്റിക്കലി സാധനം രണ്ടാമത്തെ ടേക്കിലും ഇത് വരികയാണ്. അപ്പം മൂന്നാമത്തെ ടേക്ക് ഇത്തിരി ദേഷ്യപ്പെട്ട് പറഞ്ഞു. പിന്നെ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റും പറഞ്ഞു, ഈ സാധനം നിനക്കൊന്നും പറ്റില്ല, ഈ പോക്കറ്റിലിട്ടോ, പക്ഷെ കൈ പുറത്ത് വരണ്ട. അത് എനിക്ക് ഞാൻ അങ്ങനെ അറിയാണ്ട് വന്നു പോവാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ. കോൺഷ്യസ് ആവുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഉം. നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം, ചേട്ടാ ഞാൻ ഈ കൈ എന്ത് ചെയ്യും? ശരിയാട്ടോ, അഭിനയത്തിൽ കൈ ചില നിങ്ങൾ കൈ എന്താ ചെയ്തേ? അറിയാൻ പാടില്ല. അതെന്താ അറിയാൻ പാടില്ലാതിരിക്കാനുള്ള കാരണം? നിങ്ങൾ കോൺഷ്യസ് ആയിരുന്നില്ല. നിങ്ങളൊരു മാർക്കറ്റിൽ പോകുന്നു, നിങ്ങൾ ഈ കൈ എന്താ ചെയ്തിരിക്കുന്നത്? കൈ ഉപയോഗിച്ചിട്ടുണ്ടാവും. ചേട്ടാ ആ വെണ്ടയ്ക്ക് എടുത്ത്, ആ വഴുതന എടുത്ത്, ചേട്ടാ അതെടുത്ത്, അല്ല ഇത് വേണ്ട മറ്റേ ഇങ്ങനെ കൈ പോയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര തവണ ഇതിന് മുകളിൽ എൻ്റെ കൈ തട്ടി. ഞാൻ കൈ യൂസ് ചെയ്യുന്ന ഒരാളാ. അതെ. നമ്മളവിടെ പോയി, അയ്യോ നീ കൈ എന്ത് ചെയ്യും? കൈ അത് വേണ്ട. നമ്മളത് അവിടെ വെച്ച് നമ്മൾ കോൺഷ്യസ് ആവണം. നമ്മൾ അതല്ലല്ലോ ചിന്തിക്കണ്ടേ. മനസ്സിലായി. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റും ഈ ട്രെയിൻഡ് ആർട്ടിസ്റ്റും തമ്മിലുള്ളൊരു ബന്ധം. അവരത് ഉപയോഗിക്കും, നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ മതി. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പ്രശ്നം വരും. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്ത് 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 നമ്മുടേത് ആക്കണം. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇന്ദ്രൻസേൻ്റെ കൂടെ ഒരു സീൻ അഭിനയിച്ചത്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്ന, അപ്പോൾ ഇന്ദ്രൻസേൻ്റെ കയ്യിലൊരു ബാഗുണ്ട്. പക്ഷേ ഇന്ദ്രൻസേട്ടൻ ആ കൈ കൊണ്ട് ചെയ്തത്, ഇപ്പം ഞാൻ ബ്രോ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചേ, അടുത്തൊരു ചെടി നിൽക്കണ്ടായിരുന്നു, ആ ചെടിയുടെ ഇല പറിച്ച് ആ ചെടിയുടെ ഇല കൊണ്ട് വെറുതെ 2 കൈ കൊണ്ട് കറക്കി സംസാരം ഇവിടെ നടക്കുന്നുണ്ട്. ഈ കൈയുടെ ആക്ടിവിറ്റി അങ്ങനെ പുള്ളി ചെയ്തേ. ഇപ്പം ബ്രോ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചേ, അത് എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് വരുന്ന എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് അല്ല അതിനകത്ത്. അതാ പറഞ്ഞ അവരത് ഉപയോഗിക്കുന്ന പറഞ്ഞിടത്ത് ഈ സംസാരത്തിനിടയ്ക്ക് കട്ട് പറഞ്ഞ് കണ്ടിന്യൂറ്റി പിടിക്കേണ്ടി വരും. പുള്ളി അത് പിടിക്കും. അതാ ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിന്റെ ഒരു ഗുണം, അവരത് ഉപയോഗിക്കും ആ സാധനം. നമ്മൾ ഉപയോഗിച്ച അയ്യോ ഇത് എവിടെയാ കട്ട്, പിന്നെ മോണിറ്ററിൽ നോക്കേണ്ടി വരും. അവരത് കൃത്യമായിട്ട്
അതാണ് പറഞ്ഞത്, അതൊരു കള്ളത്തരം കൂടാണത്. ആ, അത് 100% സത്യസന്ധമായ രീതിയിൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ അകത്തുള്ള മെക്കാനിസം കാണാൻ പറ്റില്ല. അതൊരു മെക്കാനിക്കൽ ആക്ടിങ് ആയിട്ട് നമുക്ക് തോന്നൂല. അതൊരു മെക്കാനിക്കൽ ആക്ടിങ് ആണ് അല്ലേ? കാരണം കട്ട് പറയുമ്പോൾ അവിടെ നിന്ന് പിന്നെ അവിടെ നിന്നാ തുടങ്ങണേ ആ, അല്ലേ? അതെ. അപ്പൊ ഇത് കറക്കുണ്ടെങ്കിലും ശ്രദ്ധിക്കണം. നമ്മള് സിനിമ വളരെ ടെക്നിക്കലിയാണ്. അത് ശീലത്തിന്റെ ഭാഗമായി. അവരെങ്ങനെ തലകുത്തി വീണാലും ആ 4 കല്ല് വീഴും. എന്തായാലും കുറേ ഞാൻ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വന്നു കഴിയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാഴ്ചപ്പാടുണ്ട്. മീൻസ് ഇപ്പം ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ അടുത്ത് ബേസിക്കലി ചോദിച്ചറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. പക്ഷേ എനിക്ക് കുറേ പുതിയ അറിവുകളാണ് ബ്രോ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഞാൻ അധികം സംസാരിച്ചിട്ടില്ല, ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഈവൻ ഇപ്പോൾ വീഡിയോ കോളിൻ്റെ കാര്യമായാലും ഇപ്പം ആക്ടിവിറ്റി ചെയ്യുന്ന ഇപ്പം കൈ യൂസ് ചെയ്യുന്ന കാര്യം, ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊന്നും നമ്മളിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, കേട്ടിട്ടുമില്ല. ഇൻ്റർവ്യൂസിൽ പോലും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്. പ്രത്യേകിച്ച് സിനിമയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ബ്രോ പറഞ്ഞ കുറേ പോയിന്റ്സ്. അതുപോലെ പറഞ്ഞു, എനിക്കറിയില്ല നിങ്ങൾ അല്ല, അതുപോലെ മറ്റേത് ഈ കാസ്റ്റിംഗുള്ള സമയത്ത് എഡിറ്റഡ് പിക്ചേഴ്സ് അയക്കുന്ന പരിപാടി, അതൊരു പുതിയ അറിവായിരുന്നു. ഞാനും അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ നമ്മുടെ എഡിറ്റർ ഉണ്ട്, വെഡിങ് കമ്പനി ഉണ്ട്, എഡിറ്ററിന് അയച്ചു കൊടുത്തിട്ട് നല്ല കളറൊക്കെ ആക്കണം, മുഖത്ത് കുഴിയൊക്കെ കളഞ്ഞ് ഫിൽറ്റർ ഇടണം. ബേസിക്കലി അതാണല്ലോ ഫിൽറ്റർ. ഇപ്പം നമ്മൾ സ്റ്റോറി സിനിമ പോയിണ്ടാവുമല്ലേ, ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒന്ന് സ്വൈപ്പ് ചെയ്ത പാരീസ് എന്ന് പറഞ്ഞ ഫിൽറ്റർ വരും. ഓക്കെ, സെറ്റ്. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം എന്നെ ഇപ്പം ബ്രോ കണ്ടു, സംസാരിച്ചു. എനിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ എന്തായിരിക്കും? ഒരു ഇപ്പം നിനക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് അങ്ങനെ എന്തെങ്കിലും സജഷൻ തരാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊരു കാസ്റ്റിംഗ് പോയിട്ട് ഞാനൊരു ഓഡിഷൻ ഇരിക്കുക. ഞാൻ ഓഡിഷൻ ഇരിക്കുമ്പോൾ ഞാൻ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റും ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവും. അത് ഞാൻ വെക്കുന്നത് ഞാൻ ഭയങ്കര ഓർമ്മയെന്നുള്ള ഒരാളല്ല ഞാൻ. അപ്പം എനിക്ക് ഓർക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതാരും കാണുന്നില്ല. ഇത് നോക്കിയിട്ടാണ് ഞാൻ ഓരോരുത്തരെ വിളിക്കണേ. അപ്പം ഞാൻ ഇങ്ങനെ ഒരാൾ വന്നിരിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ വായിക്കും. അത് നമുക്ക് ഇന്ന ക്യാരക്ടറിൻ്റെ രൂപത്തിലാണ്. അപ്പം ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതൊക്കെ വെറുതെ വായിച്ചു വെക്കണേ. ഞാനിതെല്ലാം എല്ലാത്തിനും ഞാൻ പാരലൽ സ്ക്രിപ്റ്റിൻ്റെ ഡയലോഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ സിനിമയുടെ ആയിരിക്കില്ല. ആ സിനിമയുടെ ഡയലോഗ് വെച്ച് ചെയ്യൽ ഭയങ്കര ബോറാ, അത് ഓപ്പൺ ആവും. അപ്പോൾ ആ സിനിമയുടെ ക്യാരക്ടറിന് പറ്റുന്ന രീതിയിലുള്ള ഡയലോഗ് അത് വലിയൊരു പണിയാണ്. അതാണ് നമ്മൾ ഇത് കൊടുക്കുക. അത് വെച്ച് നമ്മൾ ചെയ്യുക. അതിനകത്ത് റിയാക്ഷൻ കിടപ്പുണ്ടാവും. റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ഉള്ളതായിരിക്കും എപ്പോഴും നമ്മൾ എഴുതി കൊടുക്കുക. ഒരു ഡയലോഗ് വെച്ചിട്ടാണ് നമ്മൾ. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഈ പരിപാടിക്ക് അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കി എന്നൊരു സാധനം തരും. അപ്പം അത് ഓക്കെ ആയാലും ഞാൻ പറയും, അല്ലെങ്കിൽ ഓക്കെ ആയില്ലെങ്കിൽ ചിലപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ക്യാരക്ടർ നിങ്ങളെ പരിപാടി ചിലപ്പോൾ വർക്കാവും എന്ന് വേറെ സാധനം തരും. എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. മുന്നേ നിങ്ങൾ എന്ത് ചെയ്തു എനിക്കത് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, ആ മൊമെന്റിൽ എന്താണ് ചെയ്തത്? നിങ്ങൾ ഇതിനു മുന്നേ വെബ് സീരീസ് ചെയ്തിട്ടുണ്ടാവാം, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടാവാം, കുറേ വീഡിയോസ് ഉണ്ടാവാം. ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ കാണുന്ന ഏറ്റവും മികച്ച ഷോട്ടുകളാണ്, ഏറ്റവും മികച്ച അഭിനയങ്ങളാണ്. ഇതിന്റെ പിന്നിലുള്ള സ്ട്രഗിൾ എത്രത്തോളം ഉണ്ടെന്ന് ആ ലൊക്കേഷനിലുള്ള ക്യാമറാമാനോട് ചോദിക്കേണ്ടി വരും, അതിന്റെ ഡയറക്ടറോട് ചോദിക്കേണ്ടി വരും. ഞാനത് ഒരു അങ്ങനെ ഇതായിട്ട് പറയല്ല. അല്ലെങ്കിൽ നിങ്ങൾ റിയൽ ആയിട്ട് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ എന്തിനാ ഞാൻ കാണണേ? ശരി, ഞാനൊരു സാധനം തരാം, ഇത് നിങ്ങൾ ചെയ്യും. അത് ശരിയാ. മുമ്പ് ചെയ്ത വീഡിയോയ്ക്കൊന്നും അവിടെ ഒരു പ്രസക്തി ഇല്ല. എനിക്ക് വേണ്ടത് ഈ സിനിമയിലെ ഈ ഇന്ന കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമാവുന്ന രീതിയിൽ നിങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ടോ, അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് എനിക്കറിയണ്ടേ. ശരി. അപ്പം ഞാൻ അവരോട് എന്നിട്ട് ചിലത് കാണും. കാരണം അവർക്ക് സങ്കടമാവും. ചില ആൾക്കാർക്ക് അവന് ഭയങ്കര ജാടയാണ്, അവൻ ഞാൻ കൊടുത്തതൊന്നും കണ്ടില്ല, അവൻ എൻ്റെ പോർട്ട്ഫോളിയോ നോക്കിയില്ല. ഇനി പറ, ഞാൻ പോർട്ട്ഫോളിയോ നോക്കണോ? വേണ്ട. പോർട്ട്ഫോളിയോ വേണ്ട. കാര്യം ചെയ്യേണ്ട കാര്യം ചെയ്യിപ്പിച്ച് നോക്കി.
അല്ല, നിങ്ങൾ അയക്കുന്ന പോർട്ട്ഫോളിയോയുടെ പ്രശ്നം ഇതാണ്. ഫിൽറ്റർ ഇട്ടാ അയക്കുന്നേ. അത് നമ്മള് പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങുമ്പോഴേ പോർട്ട്ഫോളിയോ മേക്ക് ചെയ്യണം എന്ന് പറഞ്ഞൊരു ടീമൊക്കെ വരും. ഇത്ര രൂപ അയ്യോ, പോർട്ട്ഫോളിയോ, ഞാൻ അവരുടെ ഉപജീവന മാർഗം കളഞ്ഞതല്ല കേട്ടോ. ഞാൻ പോർട്ട്ഫോളിയോ ഇത് നിങ്ങൾ അത് എല്ലാരും കൂടെ എന്നെ ഇടിക്കാൻ വരുന്നത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിയൽ, കാരണം ഇതാണല്ലോ വേണ്ട. ഇന്നത്തെ സിനിമ എങ്ങനെയാണല്ലോ, മേക്കപ്പ് വളരെ കുറവല്ലേ നമ്മുടെ സിനിമയിൽ ഇപ്പോൾ, അല്ലേ? അതെ. ടച്ചപ്പ് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഓയിലിയൊക്കെയാണ് ജസ്റ്റ് ഒന്ന് റിഫ്ലക്ട് ചെയ്യാണ്ടിരിക്കുന്നത്, ഒന്ന് ഓയിലി ഒന്ന് കളയുന്ന അത്രയ്ക്കേ ഉള്ളൂ ഇപ്പോൾ മേക്കപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളായി തന്നെയാണ് കാണിക്കുന്നത്. അത് നല്ലത് ഗുണമല്ലേ അങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ അതുപോലെ ഇപ്പം വിഗ് യൂസ് ചെയ്യാത്തത്, ഇപ്പം നമ്മൾ കഷണ്ടി ഒരു മോശമല്ല, മെലിഞ്ഞിരിക്കുന്നത് ഒരു മോശമല്ല, അല്ലേ? തടിച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണോ അതാണ് നമ്മുടെ സാധ്യത. ഓക്കെ. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സാധ്യത. നിങ്ങൾ ആവാതിരിക്കുക. നമ്മളെപ്പോലെ ഒരാളേ ഉള്ളൂ, നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ ജെന്യൂനായിട്ട് ആ സ്പേസ് ഉണ്ടാവും. നമ്മൾ ആ മൊമെന്റിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതിന് ചിലപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ് വർക്ക്ഷോപ്പിന് പോകേണ്ടി വരും. അത് പോകണം. അതിന് കിട്ടുന്ന ഒരുപാട് കാരണങ്ങൾ വേറെയുണ്ട്. ഒരു ആക്ടിങ് ട്രെയിനിങ് വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരാളോട് നേരം സംസാരിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ കൈ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് അവർ അവിടുന്ന് പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. ഈ നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. നല്ലതാണത്, പോകണം. കാരണം എല്ലാം പഠിക്കുന്ന പോലെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണിത്. ഇപ്പം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, ചേട്ടാ എനിക്കൊരു വർക്ക്ഷോപ്പിന് പോകണം, ചേട്ടാ വർക്ക്ഷോപ്പ്. ഞാൻ പറയും ആക്ടിങ്. അപ്പം ഞാൻ പറയും, അങ്ങനെ ഒരു പ്രശ്നം, നിങ്ങൾ വെറുതെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ചികിത്സ തേടുവോ? ഇല്ല. കാരണം എനിക്ക് കുറച്ച് മരുന്ന് എഴുതാൻ ഡോക്ടർ ഇല്ലല്ലോ. ഒരിക്കലും ഇല്ല. നിങ്ങളെ അസുഖം എന്താണെന്ന് ആദ്യം മനസ്സിലാവണം. ആ അസുഖത്തിന് മരുന്ന് കൊണ്ട് മാറുന്നതാണെങ്കിൽ മാത്രമേ മരുന്ന് നിർദ്ദേശിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലേ? അങ്ങനെ തന്നെയാണ് ഒരു ആക്ടിങ് ട്രെയിനിങ് വർക്ക്ഷോപ്പും വേണ്ടത്. കാരണം 5 പേര് വന്ന 5 പേരുടെയും മാനസികാവസ്ഥ, ഫിസിക്കൽ കണ്ടീഷൻ എല്ലാം, കൾച്ചർ വന്ന വഴികൾ എല്ലാം വ്യത്യസ്തമായിരിക്കും. അവർ 5 പേർക്ക് കൊണ്ടുവന്ന 5 രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കും, അല്ലേ? ചില ആൾക്കാർക്ക് ചില ആൾക്കാർ, ഇപ്പം ഞാൻ ഈ അടുത്ത് ഇപ്പം ഇറങ്ങാൻ പോണ സിനിമയിലും പ്രധാനപ്പെട്ട കുറേ ആൾക്കാർ. അപ്പം അതിൽ ചില ആൾക്കാരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ചില ആൾക്കാർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ഓക്കെയാണ്. പിന്നെ ഞാൻ അവരിനി ഒന്നും ചെയ്യണ്ട. വെറുതെ എന്തിനാ ഇനി എൻ്റെ വക ഞാൻ കുറച്ചുകൂടെ അഭിനയം പഠിപ്പിച്ചേക്കാം, അവർ ഓക്കെ ആയിരിക്കും അതിനകത്ത്. അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആവശ്യമില്ലാണ്ട് കുറേ ആൾക്കാർ ഇതിന് പോകും. എല്ലാവരും പോകണ്ട, എന്നാൽ ഞാനും പോയേക്കാം എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും പോകേണ്ട ആൾക്കാരും ഉണ്ട്. ഇവർക്ക് രണ്ടാൾക്കും 2 സിലബസ് ആയിരിക്കണം. ശരിയാടോ. നിങ്ങളെ 15 പേര് 25 പേരും കൂട്ടിയിട്ട് ഒരേ ഒരു സിലബസിലാണ് പോകണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒറ്റ ചീട്ടിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒപ്പിന്ന് എല്ലാ അസുഖത്തിനുള്ള മരുന്ന് എഴുതി തരാം. ശരിയാ. മനുഷ്യൻ്റെ മൈൻഡും ശരീരം വെച്ചിട്ട് തന്നെയാണ് ആക്ടിങ്ങും ചെയ്യുന്നത്, ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റും ചെയ്യുന്നത്, അല്ലേ? പിന്നെ മനുഷ്യന്റെ ശരീരത്തിന് വെച്ചിട്ടല്ലേ നിങ്ങൾക്ക് മരുന്ന് എഴുതി തരണേ? 100%. അല്ല, ഓരോ ആൾക്കാരും വ്യത്യസ്തരാ. അപ്പൊ അതനുസരിച്ച് വേണം ചെയ്യാൻ. ശരിയാ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അഭിനയിക്കുന്നതിന്? നിങ്ങൾ എന്തിനാണ് ആക്ടിങ് ക്യാമ്പിന് പോണത്? നിങ്ങളെ മിനിമം നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം, ഞാൻ എന്തിനാ പോണേ, എന്താണ് എൻ്റെ പരിമിതി, അതിനാണ് നിങ്ങൾ പോണ്ടേ, അല്ലേ? ശരിയാ. പരിമിതി അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ പരിമിതി, മിനിമം നമ്മളെ പരിമിതി അറിഞ്ഞാൽ മതി. ഇപ്പം എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് എനിക്കറിയാം, എൻ്റെ പരിമിതി ഞാൻ പിന്നെ പാടാൻ പോവില്ല. ആ സമയം വെറുതെ പോയി. ആ സമയം വെറുതെ പോവല്ലേ, ഞാൻ പിന്നെയും പാടാൻ പോയിട്ട്. എനിക്ക് ഡ്രോയിങ് ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ല, എനിക്കറിയില്ല, ഞാൻ പിന്നെയും ഡ്രോയിങ് ക്ലാസ്സിന് പോകണമെന്നിനാ? ഒരാവശ്യമില്ല. സമയം മിനിമം നമ്മളെ പരിമിതി അറിഞ്ഞിരുന്ന് നമ്മൾ രക്ഷപ്പെടും. എനിക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയില്ല. ടെക്നിക്കലി എനിക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല. അപ്പം എൻ്റെ കൂടെയുള്ള കുറേ പേരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബ്രില്യൻ്റാണ്. ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കൂടെ നിർത്തിയിരിക്കുന്നത്. MBA-കാരൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്നെക്കാളും ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഞാൻ കൂടെ നിർത്തിയിരിക്കുന്നത്. അത് വേണം. കാരണം അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം. പുതിയ ആൾക്കാരാ എല്ലാവരും.
കാര്യം ഒരു കാര്യം എല്ലാം ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. അത് അറിയാവുന്ന ആൾക്കാർ ചുറ്റുമുള്ളപ്പോൾ അവരെ യൂസ് ചെയ്യാന്നുള്ളതാണ് അതിനകത്ത് കാര്യമുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലാണ് ഏകദേശം ഒരു ചെറിയ ധാരണയുള്ളത്. അതെ. പിന്നെ അവരുടെ സഹായം കൂടെ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സിലബസാണ് ഉണ്ടാക്കുന്നത്. എനിക്കതിൻ്റെ ഔട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഞാൻ ഉണ്ടാക്കും, ഔട്ട് ഞാൻ ഉണ്ടാക്കും. മീൻസ് അത് ഇങ്ങനെ ആയിരിക്കണം. അപ്പം അതിന് എന്തൊക്കെ എലമെൻ്റ് എവിടെ നിന്നൊക്കെ വേണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അത് തീരുമാനിക്കണമെങ്കിൽ നമുക്കതിനുള്ളൊരു എക്സ്പീരിയൻസ് വേണമല്ലോ. അത് ഞാൻ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ നാടകത്തു നിന്നും, എൻ്റെ പഠനത്തിൽ നിന്നും, എൻ്റെ അധ്യാപകരുടെ കയ്യിൽ നിന്നും, എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും, എൻ്റെ കുടുംബത്തിൽ നിന്നും, എൻ്റെ നാട്ടിൽ നിന്നും, എൻ്റെ യാത്രയിലും, ഞാൻ വായിച്ച പുസ്തകങ്ങളിലും, ഞാൻ കണ്ട കാഴ്ചകളിലും, സിനിമകളിലും, കഥകളിലും ഒക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സാധനമാണ്. അതാണ് എൻ്റെ ഔട്ട്, അല്ലേ? ഓക്കെ. എല്ലാവരുടെയും ഔട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഇന്ന ആളാണ് ഇത് ഇവിടെ ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം എന്നെ വിളിച്ച കമ്പനികൾ വീണ്ടും സിനിമ ചെയ്യാൻ വിളിക്കുന്നത്. പിന്നെ എനിക്കതൊരു ക്രേസാണ്. ഞാനിത് എത്ര കാലം ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാനൊരു ജോലിയും എനിക്ക് താല്പര്യമില്ലെങ്കിൽ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊരു ജോലിയായിട്ട് കാണാറില്ല. ഞാൻ 24 hours വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനെപ്പോഴും 1, 2, 3 സിനിമകളൊക്കെ ഒന്നിച്ചും ചെയ്യാറുണ്ട്. ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും 2 സിനിമ ഷൂട്ട് നടക്കുന്നുണ്ട്. സുരേഷ് ഏട്ടൻ്റെ ഗൂഗിളും പ്രൊഡ്യൂസ് ചെയ്യുന്ന, മാത്യു തോമസ് ഡയറക്റ്റ് ചെയ്യുന്ന ഒറ്റക്കൊമ്പനും, അരുൺ വർമ്മ ഡയറക്റ്റ് ചെയ്യുന്ന മാജിക് ഫ്രെയിംസിന്റെ ബേബികളും, നിവിൻ പോളി. അതിന്റെ ഞാൻ റീലിന്റെ ഒരു ഇത് കണ്ടായിരുന്നു. അത് ഒരു കുറേ പ്രൊമോഷൻ അതിന്റെ ചില കമ്പനിയൊക്കെ ചിലതൊക്കെ റീൽസ് ആയിട്ട് ഇറക്കും കുറേ. ഇനി പള്ളിച്ചട്ടമ്പി, അതെ, അതിന്റെ ക്യാമ്പിന്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അത് ഡിജോന്റെ 2ാമത്തെ സിനിമയ്ക്കാണ് എന്നെ കാസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നത്. അതിന് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. പുള്ളിയുടെ മലയാളി ഫ്രം ഇന്ത്യ, ജനഗണമന എന്ന് പറഞ്ഞ സിനിമ ഹിറ്റടിച്ച് ശേഷം ചെയ്ത സിനിമയാണ്. മലയാളി അത്ര അങ്ങ് കയറിയില്ല, പക്ഷെ മലയാളിക്ക് ഇതേപോലെ പുള്ളി എന്നെ കാസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത സിനിമയാണ് പള്ളിച്ചട്ടമ്പി. പുള്ളി 2ാമതൊന്നും ആലോചിക്കാൻ എന്നെ വിളിച്ചത് എന്നിലുള്ള പുള്ളിയുടെ ഒരു വിശ്വാസമായിരിക്കും. ആ വിശ്വാസം, അല്ലെങ്കിൽ അതുപോലത്തെ വിശ്വാസങ്ങളെ 100% കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ എപ്പോഴും പ്രൊഫഷണലായിട്ട്, ഒന്നും മോഹിച്ചിട്ടല്ല ഇതൊന്നും ചെയ്തിട്ടുള്ളത്. ഇപ്പം എൻ്റെ കുറേ അധ്യാപകർ ഒക്കെ എനിക്ക് തന്നിട്ടുള്ള അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ അച്ഛൻ എൻ്റെ വലിയ മെൻറ്ററാണ്. പുള്ളിക്കൊന്നും താല്പര്യമൊന്നുമില്ല ഇങ്ങനത്തെ. പുള്ളി സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് VRS ഒക്കെ മേടിച്ച് അത്യാവശ്യം ചെറിയ പാർട്ടി പ്രവർത്തനക്കാർ ജീവിക്കുന്ന അങ്ങനത്തെ ഒരു കക്ഷി. പുള്ളി എന്നോട് പറഞ്ഞ്, എന്താണ് നമ്മൾ ചെയ്യണത്, ജീവിതാവസാനം വരെ അതിനെ ചെയ്യണം, ഇടയ്ക്കിട്ട് പോരുത്. ഇത് തന്നെ എൻ്റെ ഒരു നാടക കാലയളവിലൊക്കെ ഒന്നിച്ചുണ്ടായിരുന്ന അഭിനയ എന്ന് പറഞ്ഞ നാടക സംഘമുണ്ട്. അതിനകത്തുള്ള അതിൻ്റെ രഘുത്തമൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്തല്ല എല്ലായിടത്തും പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന പണി ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ നമ്മൾ തുപ്പിയാലും പൈസയാ എന്ന് പറയുന്ന സാധനം. രണ്ടും ഏകദേശം ഒന്നാ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ കണക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഈ നിമിഷം വരെ ഇപ്പം ഞാൻ പറഞ്ഞ സഞ്ജയ് സാർ, അല്ലെങ്കിൽ അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഭയങ്കര സ്വാധീനം നമുക്ക് തരുന്നത്. ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവുകൾ നമുക്കിങ്ങനെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ അധ്യാപകനാണെങ്കിലൊക്കെ ഒരു 5 മിനിറ്റ് അവരോട് സംസാരിച്ച് നമുക്ക് 5 പുസ്തകം വായിച്ചതിൻ്റെ അറിവ് കിട്ടും. നമ്മൾ കാണുന്ന കാഴ്ചകൾ. അപ്പം ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അധികം ഇവിടെ പബ്ലിക്കായിട്ട് ഇങ്ങനെ കറങ്ങിത്തിരിയല്ലേ ഞാൻ എന്നെ സംബന്ധിച്ച് വളരെ കുറവാണ്. അതെ ബ്രോ വന്ന് പറഞ്ഞു, നിങ്ങൾ ലുലു മാളൊന്നും കാണാൻ വളരെ കുറവായിരിക്കും. പോവാറുണ്ട്, ഇല്ല എന്നല്ല, എല്ലായിടത്തും പോവാറുണ്ട്. പക്ഷെ ഞാനങ്ങനെ ഭയങ്കര ആൾക്കൂട്ടത്തിലേക്ക് പോകാൻ മടിക്കുന്ന ഒരാളാണ്. 1 മണിക്കൂർ ഞാൻ സ്റ്റേജിൽ നിന്ന് നാടകം കളിക്കും. 5 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോകും. നിങ്ങളോട് ഒരു 5 മിനിറ്റ് സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മുട്ടും കാലൊക്കെ വിറയ്ക്കും. അത് മറ്റൊരു ക്യാരക്ടർ ആകുമ്പോൾ വേറൊരു മൂഡ് ആയതുകൊണ്ട് സംഭവിക്കുന്നതാണോ? അത് ശീലത്തിന്റെ ഭാഗമാണ്. ഞാനിപ്പോൾ കളിക്കുന്ന സോളോ പെർഫോമൻസ് ഉണ്ട്. 1 മണിക്കൂർ 15 മിനിറ്റും ഉണ്ട്. ഒറ്റയ്ക്ക് എൻ്റെ ഒരു ഡയലോഗ് നിന്നാൽ നാടകം അവിടെ നിൽക്കും. 6 ക്യാരക്ടേഴ്സ് ഉണ്ട്, വിത്ത് കോസ്റ്റ്യൂമിൽ 6 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിന് മുസ്ലിം ക്യാരക്ടേഴ്സ് ഉണ്ട്, ഉമ്മയുണ്ട്, മകനുണ്ട്, വാപ്പയുണ്ട്, അപ്പുറത്തെ ആളുണ്ട്, ഇപ്പുറത്തെ ആളുണ്ട്. അങ്ങനെ 6 ക്യാരക്ടേഴ്സ് 6 കോസ്റ്റ്യൂമിലുണ്ട്. ലൈവ് മ്യൂസിക്കാണ്. ഞാനൊരു 70 സ്റ്റേജൊക്കെ കളിച്ചിട്ടുണ്ട്, പല സ്ഥലത്തായിട്ട് കളിച്ചിട്ടുണ്ട്. അതെനിക്ക് കളിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഇൻ്ററാക്ഷനും ഉണ്ട്, ഓഡിയൻസ് ഇൻ്ററാക്ഷനും ഉണ്ട് ഇതിനിടയ്ക്ക്. ആ ഇൻ്ററാക്ഷൻ ഞാനൊരു 10 മിനിറ്റൊക്കെ മാക്സിമം നീട്ടിക്കൊണ്ടുപോകും. പല രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇൻ്ററാക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കൂടെ ഒരു 1:20 വരും ഇൻ്ററാക്ഷൻസ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ 1:15 തീരും. അത് കളിക്കാൻ എനിക്ക് പ്രശ്നമില്ല.
2 മണിക്കൂർ നാടകം ഞാൻ കളിക്കുന്നുണ്ട് ബോംബെ ടൈലേഴ്സ്, എനിക്ക് പ്രശ്നമില്ല. ഷക്കീസ് നഗർ നാടകം ഞങ്ങൾ പറഞ്ഞില്ലേ 950 സ്റ്റേജ് കളിച്ച് പ്രശ്നം. പക്ഷേ 5 മിനിറ്റ് നിങ്ങൾ മൈക്ക് എടുത്ത് സംസാരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇത്രയും കംഫർട്ടായിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാണ് സംസാരിച്ചത്, ഇത് തന്നെയാണോ സംസാരിക്കേണ്ടത് ഒന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ഓപ്പണായി, അതുകൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഇത് പറയാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചോദിച്ചാലും ചിലപ്പം എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാനത് പറയും, അല്ലെങ്കിൽ അത് പറയാൻ പാടില്ല, അതിങ്ങനെ വളഞ്ഞിട്ട് വേറെ രീതിയിലാണല്ലോ പറയുന്നത്. ആ വക്കർ ബുദ്ധി സത്യത്തിൽ എനിക്കില്ല എന്നുള്ളതും കൂടെ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോവാതിരിക്കുന്നത്. എന്തായാലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോഡ്കാസ്റ്റ് കാണുന്ന സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായ കാര്യങ്ങൾ ബ്രോ പറഞ്ഞിട്ടുണ്ട്. ബ്രോ ചിലപ്പോൾ അറിയാണ്ട് പറഞ്ഞെങ്കിൽ ബ്രോ 100% പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ. ഞാനും അത്ര ഉദ്ദേശമുള്ളൂ. അല്ല, എനിക്ക് മീൻസ് അതിനകത്ത് ഞാൻ സിനിമാ നടനാണല്ലോ, ഞാൻ ഡിമാൻഡഡ് ആക്ടർ അല്ല, ഞാൻ. അപ്പം വേറെ സിനിമയിൽ പണിയൊന്നുമില്ല. അപ്പം ഞാൻ സിനിമയിൽ ചാൻസ് ചോദിച്ചിട്ട് സിനിമയിൽ വന്ന ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് ചാൻസ് ചോദിക്കാൻ അറിയില്ല, അറിയാൻ പാടില്ല. ഇപ്പോഴും എനിക്കറിയില്ല സത്യത്തിൽ ചാൻസ് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നൊന്നും. ഞാൻ ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് കാരണം എന്നെ ഒരു സിനിമയിൽ കൊണ്ടുവന്നു, അടുത്ത സിനിമയിൽ ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്നായതുകൊണ്ട് അങ്ങനെ സിനിമ വന്നു പോയതാണ്. ഞാൻ ചിലപ്പോൾ ചാൻസ് ചോദിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇന്നിവിടെ ഇരിക്കില്ല. ഒരുപാട് സിനിമകൾ കിട്ടുമായിരിക്കാം, ചിലപ്പോൾ കിട്ടാതെ ഇരിക്കാം, എന്തും സംഭവിക്കാം. അപ്പം അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇതിനേക്കാളും മിടുക്കരാണ് എൻ്റെ മുന്നിലെത്തുന്ന എല്ലാ ആൾക്കാരും ഞാൻ എപ്പോഴും കാണാറുണ്ട്. കാരണം ഞാൻ ചെയ്തതിനേക്കാളും മിടുക്കരായിട്ടാണ് അവർ എപ്പോഴും പെർഫോം ചെയ്യാറുള്ളത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഭയങ്കര നിരാശ എന്താണെന്നറിയോ, അത് ഞാൻ പറയാട്ടോ. ചില സ്ഥലത്ത് ഞാൻ ചില ഫീച്ചേഴ്സൊക്കെ ഉള്ള ആൾക്കാരെ നമുക്ക് കാണുമല്ലോ, ഈ ഗംഭീരവും സെറ്റവും നമ്മൾ ഭയങ്കര സന്തോഷത്തിലേക്ക് ചില ആൾക്കാരെ കണ്ടെത്തുക. പെർഫോമൻസ് ചെയ്യുമ്പോൾ ഇവർ ഒട്ടർ ഫ്ലോപ്പായി പോകും, നമ്മൾ ഭയങ്കര നിരാശയായി പോകും. അങ്ങനത്തെ ഒരാളെ കണ്ടെത്തൽ പിന്നെ എളുപ്പമല്ല. ടെൻഷൻ കൊണ്ടൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്നതായിരിക്കും. അല്ല, ഞാൻ ഒരിക്കലും വൺ ടൈം ഇന്റർവ്യൂ അല്ല എൻ്റെ ഓഡിഷൻ. നിങ്ങൾക്കൊരു ഇത് തന്ന, അല്ലെങ്കിൽ അത് ഓരോ ഇതിനും ഓരോ പള്ളിച്ചട്ടമ്മയ്ക്ക് വിത്ത് കോസ്റ്റ്യൂം പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഞാൻ ഓഡിഷൻ ചെയ്തിരിക്കുന്നത്. ചെയ്ത ആൾക്കാർക്ക് ഇല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ചെയ്ത ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ടാവും. വിത്ത് പ്രോപ്പർട്ടി വിത്ത് കോസ്റ്റ്യൂം എൻ്റെ വണ്ടിയിൽ ഇപ്പോഴും കിടപ്പുണ്ട്, എൻ്റെ കാറിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഓഡിഷൻ ഫുൾ ചെയ്ത്. അത് ആ സിനിമയ്ക്ക് അങ്ങനെ വേണ്ടതുകൊണ്ട് ചെയ്താണ്. അപ്പം ഞാനത് തെറ്റുമോ എന്നുള്ളത് പ്രശ്നമല്ല, ഞാനത് എല്ലാവരോടും പറഞ്ഞു, തെറ്റിക്കോട്ടെ കുഴപ്പമില്ല, നമ്മൾ റീടേക്ക് പോകും. ഞാൻ റീടേക്ക് പോകണ ഓഡിഷൻ ആണ് ചെയ്യാറ്. 4-5 എൻ്റെ ഓഡിഷന് വന്ന ആൾക്കാർക്ക് അറിയാം എത്ര തവണ ഞാൻ അവരെ കൊണ്ടൊക്കെ ഓഡിഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരു തവണ ചെയ്ത് തെറ്റിയിട്ട് ആരും പോയിട്ടുണ്ടാവില്ല. അങ്ങനെ ഭയങ്കര കുറവായിരിക്കും. മീൻസ് അതുമല്ല ക്രൗഡ് ഇപ്പോൾ ഗ്രൂപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഓഡിഷനും ഞാൻ നടത്താറുണ്ട്. ഗ്രൂപ്പ് ആർട്ടിസ്റ്റിന് വേണ്ടി ഞാൻ ഓഡിഷൻ നടത്താറുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടി ആണെങ്കിൽ പോലും ഞാൻ 2 തവണയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് പലപ്പോഴും. അല്ല, എല്ലാവർക്കും ഒരു ആവശ്യത്തിന് സമയം കൊടുത്ത് തന്നെ ഞാൻ ഓഡിഷൻ ചെയ്യിപ്പിക്കാറ്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും, നമ്മൾ വരുമ്പോൾ ഉണ്ടാവണം നമ്മളെ മാനസികാവസ്ഥ. നമ്മളൊരു ഒന്നും അറിയാത്തൊരു സ്പേസിലേക്കാണ് ചാടി വന്ന് വീഴുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സാധനം ഇതെല്ലാം കംഫർട്ട് സോണിലാക്കിയിട്ട് സമയമെടുത്ത് തന്നെ, കാരണം എനിക്ക് നിങ്ങളുടെ ആവശ്യം പോലെ തന്നെ എനിക്കും ആവശ്യമുണ്ട് നിങ്ങളെ. എൻ്റെയും സമയമാണ് കളയുന്നത്. നിങ്ങളുടെ സമയം പോകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും സമയമാണ് പോകണേ. സമയവും പൈസ പലതും പോകുന്നുണ്ട്. അപ്പം ഒരാൾ വന്നാൽ അയാളെ മാക്സിമം എങ്ങനെ ഇതിനകത്തേക്ക് ഇന്നാക്കാമെന്നാണ് ഞാൻ നോക്കാറ്. അത്രയും ജോലി കഴിയാം. അതെ, സമയം അത്ര ലാഭമാണ്. ശരിയാ. എന്തായാലും താങ്ക്സ് ബ്രോ. എനിക്ക് അത്രേ പറയാനുള്ളത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഈ കണ്ടവർക്കായാലും അത് യൂസ്ഫുൾ ആവട്ടെ, എനിക്കും ഇനി യൂസ്ഫുൾ ആവട്ടെ. പിന്നെ ഞാൻ ബ്രോനെ ആദ്യമായിട്ടുള്ളത് നമ്മൾ നേരിട്ട് കാണണേ. അതെ, ഞാൻ വന്നപ്പോൾ ചോദിച്ചില്ല സത്യത്തിൽ ഇനി ഞാനിത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളടുത്ത് പറഞ്ഞു, ഒരു പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് എന്നെ. നല്ലതാണല്ലോ. ഞാൻ പറഞ്ഞേ ഇതെന്താന്ന് ഞാൻ പുള്ളി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, പോഡ്കാസ്റ്റ്. ഓക്കെ, ചോദിച്ചില്ല പുള്ളിയോട് എന്താ പരിപാടി, പുള്ളിയെ വെറുതെ തളർത്തണ്ടല്ലോ. അല്ല, നല്ല പരിപാടിയാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ലിജു നല്ല മച്ചാണ്, പൊയ്ക്കോ. അല്ല, ഇത് കേൾക്കുന്ന കാണുന്ന ആൾക്കാരാണ്.
എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങൾ അതിപ്രശസ്തരായ സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കേണ്ട. അതെ. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എല്ലാ രീതിയിലുള്ള സുഹൃത്തുക്കളും എനിക്കുണ്ട്. എൻ്റെ പല നാട്ടിലൊക്കെ സുഹൃത്തുക്കൾ എന്നെക്കാൾ ഏജുള്ള ആൾക്കാരാണ്. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഏജ് കുറഞ്ഞ ആൾക്കാരുണ്ട്. പല എല്ലാം അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്താണ് ഈ പോഡ്കാസ്റ്റ് എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുക, ഇന്ററാക്ട് വളരെ ചെയ്യുന്ന റിലാക്സ് ചെയ്ത് സംസാരിക്കുക, കാഴ്ചപ്പാടുകൾ കൈമാറുന്ന അത്രേ ഉള്ളൂ. ഇതിന് പറ്റി ക്വസ്റ്റ്യൻസ് പ്രിപ്പറേഷൻ ഒന്നുമില്ല. ഇതിപ്പോൾ കാഴ്ചപ്പാട് ഞാൻ കൈമാറിയൊന്നും ഞാൻ അത്ര ബുദ്ധിജീവിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ബേസിക്കലി ഞാൻ മണ്ടനാണ്. അല്ല, ബേസിക്കലി ഞാൻ അത്ര ഭയങ്കര ബുദ്ധിയുള്ള ആളൊന്നുമില്ല. അങ്ങനെ ബുദ്ധിയിലല്ലേ ബ്രോ, ഇപ്പൊ ബ്രോയുടെ എക്സ്പീരിയൻസിൽ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മളെ പോലുള്ളവർക്ക് കുറെ യൂസ്ഫുള്ളാ. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളതുകൊണ്ട് ഇത് എനിക്ക് യൂസ്ഫുൾ ആവുന്നില്ലല്ലോ. എന്നെ അഭിനയിക്കാൻ ആരും വിളിക്കുന്നില്ല. സത്യം, ഞാൻ ഇന്നലെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുണ്ട്, എൻ്റെ ഭയങ്കര വളരെ അടുത്ത് നമ്മൾ കൺട്രോളറാണ്, ഒരുപാട് സിനിമകളുടെ കൺട്രോളറാണ്, വലിയ സിനിമകളുടെ ഹിറ്റ് പടത്തിൻ്റെ കൺട്രോളറാണ്. പക്ഷേ എടോ താൻ എവിടെയോ അവിടെ ഇല്ല, ബാംഗ്ലൂരാ. ഒന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാനൊന്നും ആരും വിളിക്കണില്ല. താൻ എന്നെ വിളിക്കില്ല, താൻ ഈ പണി നിർത്തുക എന്നാലേ വിളിക്കുള്ളൂ. സത്യമാണ്, എന്നെ ആരും വിളിക്കുള്ള അഭിനയിക്കാൻ. എന്നെ ഈ അടുത്ത കാലത്ത് വിളിച്ചത് ഇപ്പം ബക്രുച്ചേട്ടൻ അഭിനയിക്കുന്ന 916 കുഞ്ഞോട്ടൻ എന്ന സിനിമയ്ക്കാണ് എന്നെ അവസാനമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചത്. ബാക്കിയെല്ലാം കാസ്റ്റിംഗ് അല്ലേ? കാസ്റ്റിംഗാ ഇത് വന്നോണ്ടിരിക്കുന്ന എല്ലാം കാസ്റ്റിംഗാ. ആ സിനിമയിൽ അവർ നന്നായിട്ട് അഭിനയിച്ചു, ഈ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചു എന്നൊക്കെ എല്ലാവരും പറയും. എന്നെ കുറിച്ച് നീക്കൊന്നും പറയാനല്ലേ, എന്നെ നിങ്ങൾ അഭിനയിപ്പിക്കണില്ല. അവർ ചിരിക്കും. സിനിമ നടനായിട്ട് സിനിമ നടന്മാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അതെ, ഇപ്പൊ അതെ നമ്മൾ ഡിമാൻഡ് പറഞ്ഞ ആരും ഡിമാൻഡഡ് ആക്ടർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. അപ്പം നമ്മളൊരു ചെറിയ വേഷം കിട്ടിയാലും ആ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്നല്ല. ഞാൻ പറഞ്ഞില്ല, സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങളില്ല, ചെറിയ നടന്മാരേ ഉള്ളൂ. ഞാൻ അന്നും ഇന്നും എന്നും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നൊരു വാക്കാ അത്. ഞാൻ ആക്ടിങ്ങിലും അതാണ് യൂസ് ചെയ്യുന്നത്, കാസ്റ്റിങ്ങിലും അതാണ് യൂസ് ചെയ്യുന്നത്. രഞ്ജി സാർ എന്നെ പഠിപ്പിച്ചൊരു വാക്കാത്. സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങളില്ല, ചെറിയ നടന്മാരുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് തുടങ്ങിയപ്പോൾ നിങ്ങൾ ആടിന്റെ കാര്യം സംസാരിച്ചത്. ഞാൻ ചെയ്ത വലിയ കഥാപാത്രങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇത് നിങ്ങളുടെ നിന്ന് മാത്രം കിട്ടുന്ന അനുഭവമല്ല. സാൾട്ട് ആൻഡ് പെപ്പറിനെ കുറിച്ച് എത്രയോ ആൾക്കാർ, എത്രയോ കുട്ടികൾ എന്നോട് പറയുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ കണ്ണിലേക്ക് വെക്കും എത്രയോ കഥാപാത്രങ്ങൾ ഞാൻ ഇത്രയും പോപ്പുലറായി. എന്നിട്ട് കുട്ടി തൊടിയില്ലാണ്ട് നിൽക്കുന്നത് ആ ചേട്ടനല്ലേ എൻ്റെ അടുത്ത്. ഓക്കെ, എന്തായാലും താങ്ക് യു ബ്രോ, എനിക്ക് അത്രയും പറയാനുള്ളത്. താങ്ക് യു. ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ വന്നാലും കുറേ നേരം നമ്മൾ ഏകദേശം 1.5 മണിക്കൂറോളം സംസാരിച്ചിരുന്നു. ആണല്ലേ? സമയം 1.5 മണിക്കൂറോളായില്ലേ? ഓക്കെ, 2 കാലായി. ചോറൊക്കെ മേടിച്ചു തരുമോ? ഞങ്ങളും കഴിച്ചിട്ടില്ല. അതെ, മേടിക്കാം. എന്തായാലും താങ്ക് യു ബ്രോ. അപ്പൊ ഇനിയും നമുക്ക് നമ്മളെ വഴികൾ അല്ല നമ്മുടെ വഴി സെയിം ആയിരുന്ന എവിടേക്ക് കണ്ടുമുട്ടട്ടെ. ഓഡീഷനിൽ കണ്ടുമുട്ടാ എവിടെയും വെച്ച് കണ്ടുമുട്ടാലോ.